എടുത്ത് മനസ്സിരുത്തി ആലോചിച്ചുണ്ട്. ഞാൻ പറഞ്ഞെന്താന്ന് മനസ്സിലാവും. അതുകൊണ്ട് എടുത്തി തന്നെ എനിക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. എനിക്കറിയാം ഇതോടെ വാശി കൂടുകയുള്ളൂന്ന്. നടക്കാത്ത കാര്യത്തിന് പിടിവാശി നല്ലതല്ല എടുത്തി. അത് അവസാനം സങ്കടങ്ങളെ തിരിച്ചു തരും. സന്ദീപ് ആതിരെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സന്ദീപ് താലി കെട്ടുന്നതും ആതിരെ തന്നെ ആയിരിക്കും. ആ കാര്യത്തിൽ എടുത്തെ പോലെ തന്നെ വാശി എനിക്കുണ്ട്. ആ കാര്യത്തിൽ മാത്രം. നമ്മൾ രണ്ടുപേരും ഈ വീട്ടിൽ മരുമകളായിട്ട് വന്നവരാണല്ലോ. പകലിനേക്കാളും എത്രയോ താഴെയാണ് അർച്ചന എന്നുള്ള ബോധം എനിക്കില്ലാഞ്ഞിട്ടല്ല. പരസ്പരം മനസ്സ് കൊടുത്ത് സ്നേഹിച്ചിട്ട് സത്യമൊന്നും ഉറക്കെ വിളിച്ചു പറയാൻ പോലും പറ്റാത്ത അവരുടെ നിസ്സഹായതയുടെ കൂടെ ഞാൻ നിൽക്കുന്നത്. പീഡിപ്പിച്ചും ഭീഷണിപ്പെടുത്തുകയും എത്ര നാൾ അനഘയെ സന്ധ്യകളെ കൊണ്ട് സ്നേഹിപ്പിക്കും. എഴുതി പറഞ്ഞത് ശരിയാണ്. ഭാവങ്ങൾ നിന്ന് പറയാൻ നിമിഷം കഴിയുന്നത്. ഇപ്പൊ തന്നെ ഞാൻ ഇത്രയും പറഞ്ഞപ്പോ എത്ര ഭാവങ്ങളാ എടുത്തിയുടെ മുഖത്തോടി മിന്നി മറിഞ്ഞു പോയത്. ഈ കളി എനിക്ക് ജയിച്ചേ മതിയോ? ഇത് ഞാൻ എൻ്റെ ആത്മാവിന് തുല്യം കാണുന്നവർക്ക് കൊടുത്ത വാക്കാ. നെല്ലിശ്ശേരിയിലെ സച്ചിദാനന്ദന്റെ ഭാര്യ അർച്ചന സച്ചിദാനന്ദൻ കൊടുത്ത വാക്ക്. ഒരു കാരണം കൊണ്ടും അത് മാറില്ല. ബാക്കിയൊക്കെ എടുത്തെടുത്ത തീരുമാനം പോലെ. എനിക്ക് പറയുന്നത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി നീ ആലോചിക്ക്. അനിയത്തിയുടെ അറിവില്ലാ പ്രായത്തിലെ പ്രേമം വേണോ, അതോ നീ ദീർഘസുമംഗലിയായി ഇരിക്കണമെന്ന്? എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു.